ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കർണാടകയിൽ നടന്ന ഒരു കേസിനെ കുറിച്ചാണ്. പ്രീത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരു 35 വയസ്സ് വരുന്ന സ്ത്രീ തൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി ഒരു കാമുകൻ്റെ കൂടെ പോവുകയാണ്. അവസാനം ആ സ്ത്രീക്ക് സംഭവിച്ച ഒരു കേസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലാണ്, ഹസൻ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു പ്രീത താമസിക്കുന്നത്. ഭർത്താവിൻ്റെ പേര് സുന്ദരേശ് എന്നാണ്, ഒരു ഓട്ടോ ഡ്രൈവറാണ്. പ്രീതയാണെങ്കിൽ ഒരു ഗാർമെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മക്കൾ ആണുള്ളത്. വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞായറാഴ്ച ഉണ്ടെങ്കിൽ പ്രീത സുന്ദരേശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് താങ്കൾ ജോലിക്കൊന്നും പോകണ്ട, കുട്ടികളെ നോക്കി ഇവിടെ തന്നെ ഇരിക്കുക. എൻ്റെ ഗാർമെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മോളുണ്ടെങ്കിൽ ഇപ്പം വയസ്സിന് വന്നിട്ടുണ്ട്, അതിനൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് പോകണം, പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ കുട്ടികളെ നോക്കി ഇന്നത്തെ ഒരു ദിവസം ജോലിക്കൊന്നും പോകാതെ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവായിട്ടുള്ള സുന്ദരേശനെ ഏൽപ്പിച്ചിട്ട് ഭാര്യ പ്രീത എന്ത് ചെയ്യുന്നു, ഫംഗ്ഷന് പോകുകയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി വൈകുന്നേരമായി, രാത്രിയായി, എന്നിട്ട് പോലും ഈ ഒരു ഫംഗ്ഷന് പോയ ഭാര്യയെ കാണുന്നില്ല. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ടെൻഷനാവുന്നുണ്ട്. കാരണം ഇവരെ ഈ ഒരു സ്ഥലത്തേക്ക് രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നും ഇല്ല അധികം. അതുകൊണ്ട് തന്നെ പ്രീതയെ ഉണ്ടെങ്കിൽ ഭർത്താവ് സുന്ദരേശൻ കോൾ ചെയ്യുവാണ്. എത്ര വിളിച്ചതിന് ശേഷം ഈ ഒരു ഫോൺ പ്രീത അറ്റൻഡ് ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് ടെൻഷനാവുകയാണ്. രാത്രിയിൽ പിന്നെ കുറേ അധികം നേരം വിളിക്കുന്നുണ്ട്. അവസാനം സ്വിച്ച് ഓഫ് എന്നാണ് ഈ ഒരു ഫോണിൽ കേൾക്കുന്നുണ്ടായിരുന്നത്. രാവിലെ ആയതും ഉടനെ തന്നെ ഈ ഒരു സുന്ദരേശൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഭാര്യയെ കാണാനില്ല, കഴിഞ്ഞ ദിവസം ഇതേ കണക്ക് കൂട്ടുകാരിയുടെ മോൾക്ക് ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാമെന്ന് പറഞ്ഞാണ് പോയിട്ടുണ്ടായിരുന്നത്, ഇതുവരെ വന്നിട്ടില്ല, ഭയങ്കരമായിട്ട് പേടിയാവുന്നു, ഒന്ന് അന്വേഷിക്കണം എന്നുള്ള കാര്യം പോലീസിൻ്റെ അടുത്ത് ഈ സുന്ദരേശൻ പറയുന്നുണ്ട്. പോലീസ് ഇത് കേട്ടാൽ ഫസ്റ്റ് ഡൗട്ട് സുന്ദരേശൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇത് നോർമലായിട്ട് പോലീസ് ചോദിക്കുന്നതാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇനി ഇറങ്ങിപ്പോയതോ അങ്ങനെ വല്ലതും ആണോ, അതിൻ്റെ പേരിൽ വല്ല പിണങ്ങിയിരിക്കുവാണോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. പോലീസ് ചോദിച്ചു. പക്ഷേ സുന്ദരേശൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം സുന്ദരേശൻ പറയുന്നുണ്ട്. പോലീസ് പറഞ്ഞു ഇന്നൊരു ദിവസം കൂടി, ഇന്ന് തിങ്കളാഴ്ച, ഇന്നൊരു ദിവസവും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ അന്വേഷിക്കാം എന്നുള്ളൊരു കാര്യം പോലീസ് സുന്ദരേശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതേ കണക്ക് വെയിറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസമായിട്ടും അന്നത്തെ ദിവസം വന്നിട്ടില്ല ഈ ഒരു പ്രീത. അടുത്ത ദിവസമായപ്പം പോലീസ് ഓക്കെ, ഇനി അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ റെഡിയാവുന്നു. അതിനുശേഷം പോലീസ് ഫസ്റ്റ് നോക്കിയൊരു കാര്യം, ഈ ഒരു മൊബൈലിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നു. പിന്നെ സ്വിച്ച് ഓഫ് തന്നെയാണ് വരുന്നത്, ആരും എടുക്കുന്നില്ല. അതിനുശേഷം ഉണ്ടെങ്കിൽ നേരെ ഈ ഒരു പ്രീത വർക്ക് ചെയ്ത ഗാർമെൻറ്റ് കമ്പനിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ഇതേ കണക്ക് പ്രീതയെ കാണാനില്ല. ഒരു ഫംഗ്ഷന്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മോളുടെ ഫംഗ്ഷന് വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം തിരക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ എൻ്റെ മോളുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രീത വന്നില്ല എന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഭർത്താവിൻ്റെ അടുത്ത് പിണങ്ങിയൊക്കെ അല്ലെങ്കിലോ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ്, ഭർത്താവിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞേക്കുവാണ് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലായി. അതിനുശേഷം പോലീസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ഈ ഒരു പ്രീതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു, ഏത് ലൊക്കേഷൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലായത്, അവസാനം ഈ ഒരു ഫോൺ ഓഫായപ്പോഴത്തേനും മൈസൂർ വെച്ചാണ് അവസാനം സിഗ്നൽ കാണിക്കുന്നത്. ഇതോടെ തന്നെ പോലീസിന് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പ്രീത ഭർത്താവിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് വേറെ ആരെയോ കാണാനോ എന്തോ വേണ്ടിയാണ് പോയേക്കെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കമ്പനിയിൽ ഇത് കണക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, മോളുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിനും പോയിട്ടില്ല. അപ്പം കുറേയധികം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലീസിന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു നമ്പറിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഈ ഒരു ഫോൺ ആരോ എടുക്കുന്നത്, എടുത്തിട്ട് ഹലോ എന്ന് പറയുന്നു. പോലീസ് ചോദിക്കുന്നത് ഇത് ആരാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അപ്പുറത്തൊരാണാണ് സംസാരിക്കുന്നത്. ഒരു ട്രാവൽ ഏജൻസിയുടെ പേര് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്, ഇവിടുത്തെ കാർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ കാറിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ കയറിയിട്ടുണ്ടായിരുന്നു, അവരവരുടെ ഫോൺ അതിനകത്ത് വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഫോൺ കണ്ട സമയത്ത് ഇനി അവർ തിരിച്ച് ഇതിനകത്ത് വിളിച്ചാലോ എന്ന് പറഞ്ഞ് ഓണാക്കാൻ ശ്രമിച്ചപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ചാർജ് ചെയ്ത് ഫുള്ളായതിന് ശേഷം തിരിച്ച് ഈ ഒരു നമ്പറിലേക്ക് എങ്ങനെ ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്തതാണ്. അപ്പോഴാണ് താങ്കൾ
എന്നുള്ളൊരു കാര്യം ഈ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് നിങ്ങൾ കൊണ്ട് ഇറക്കിയെന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ മെയിനായിട്ട് ഒരു സ്ഥലമല്ല, ഒരു മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പ് പോലത്തേക്കുള്ള സ്ഥലത്താണ് കൊണ്ടിറക്കിയെന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. അതിനുശേഷം പോലീസിന് ഭയങ്കരമായിട്ടൊരു ഡൗട്ടാണ്. അപ്പോൾ ആരെ കാണാനായിരിക്കും ഈ ഒരു പ്രീത പോയിട്ടുണ്ടായിരുന്നതെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടെങ്കിൽ ഒരു പുരയിടത്തിൽ കുറേയധികം പട്ടികൾ ഭയങ്കരമായിട്ട് എന്തോ വലിച്ചു കീറുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ അടുത്തുള്ളവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ ഒരു പുരയിടത്തിൽ പോയ സമയത്ത് മൊത്തം പട്ടികളാണ് എന്തോ കടിച്ചു പറിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ആ പട്ടികളെ മൊത്തം അടിച്ചു ഓടിക്കുന്നുണ്ട്. എന്താണ് എന്നറിയാൻ വേണ്ടി നോക്കിയ സമയത്ത് അവിടെ ഒരു ശരീരമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. ഉടനെ തന്നെ അടുത്തുള്ള പോലീസിനെ വിളിക്കുന്നുണ്ട്. പോലീസ് അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരമാണ്. ആ ഒരു ശരീരത്തിൽ തലയിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ വെച്ച് അടിച്ച രീതിയിലൊക്കെ ഒരു പാടൊക്കെ കാണാം. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തലയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഉടനെ തന്നെ പോലീസ് ഈ ഒരു ശരീരം ഫോറൻസിക്കിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാരാണ് കണ്ട ഫസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ച സമയത്ത് അവിടെ നിന്നൊരു വ്യക്തി പറയുന്നുണ്ട്, ഞാനാണ് കണ്ടത്, കുറേയധികം പട്ടികൾ ഇതേ കണക്ക് ഇവിടെ കിടന്ന് എന്തൊക്കെയോ കടിച്ചു പറിക്കുന്നതായിട്ട് കണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പോലീസ് ചോദിച്ചു ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി, ആ ഒരു കൂട്ടത്തിൽ നിന്ന വ്യക്തി തന്നെ മുമ്പോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ പുരയിടമാണ്, എൻ്റെ പേര് പുനീത് എന്നാണ്, എൻ്റെ പുരയിടമാണിത്. അപ്പോഴത്തേന് പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പുരയിടത്തിൽ എങ്ങനെയാണ് ഇത് വന്നത്, നിങ്ങളിതൊന്നും കണ്ടില്ലായിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് പുനീത് പറയുന്നുണ്ട്, ഞാനുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളൂ, കാരണം എനിക്ക് കുറേയധികം സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നടത്തുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ വന്നതെന്നുള്ളൊരു കാര്യം പുനീത് പറയുന്നുണ്ട്. അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ള ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ശരീരമാണിത്. തലയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മുറിവ് ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അവിടുത്തെ ആ ഒരു പോലീസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ശരീരം ആരെയാണെന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും മിസ്സിങ് കംപ്ലയിൻറ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അസൻ ഡിസ്ട്രിക്റ്റിൽ ഇതേ കണക്ക് സുന്ദരേശൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയുടെ ഭാര്യയെ കാണാനില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത്. ഈ ഒരു പോലീസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു വിവരം അറിയിക്കുന്നതും അവർക്ക് മനസ്സിലായി ഇത് പ്രീതയുടെ ശരീരമാണ് എന്നുള്ളൊരു കാര്യം. അവിടുത്തെ പോലീസ് ഉടനെ തന്നെ ഈ ഒരു സുന്ദരേശനെ വിളിക്കുന്നു. ഇതേ കണക്ക് ഒരു ശരീരം കിട്ടിയിട്ടുണ്ട്, അത് പ്രീതയുടെ ആണോ എന്നൊന്ന് കൺഫേം ചെയ്യണം, അതിന് സുന്ദരേശൻ വന്നേ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ സുന്ദരേശനെയും കൊണ്ട് ഒരു പോലീസ് അവിടെ ചെല്ലുന്നു. ശരീരം സുന്ദരേശൻ കാണുന്നു. അതോടെ തന്നെ സുന്ദരേശന് മനസ്സിലായി അത് തൻ്റെ ഭാര്യ പ്രീതയുടെ ശരീരമാണ് എന്നുള്ളത്. ഉടനെ തന്നെ ഭയങ്കരമായിട്ട് തകർന്നു പോയി സുന്ദരേശൻ അവിടെ ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇനി ഇതാരാണ്, പ്രീത ആരാണ് കൊന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് പോലീസിനെ കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് ഡൗട്ട് ഉണ്ടായിരുന്ന സുന്ദരേശനിലാണ്. കാരണം ഇതേ കണക്കുള്ള കുറേയധികം കേസ് ഇങ്ങനെ വരും. സ്വന്തം ഭാര്യയെ കൊന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ്, അവസാനം ഈ ഒരു ഭർത്താവ് തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള രീതി നമുക്കറിയാൻ സാധിക്കും. ആ രീതിയിൽ പോലീസ് സുന്ദരേശനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്ത സമയത്ത് സുന്ദരേശനല്ല എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലായി. അതിനുശേഷം പിന്നെ ഇതാരാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം ഇനി ഫോൺ ചെക്ക് ചെയ്യാം, പ്രീതയുടെ ഫോൺ ചെക്ക് ചെയ്യാം, ആരെയൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. ഭർത്താവ്, പിന്നെ ഓഫീസിലുള്ള കാര്യങ്ങൾ, അവരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക നമ്പറിലേക്ക് പ്രീത സംസാരിച്ചതായിട്ട് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നമ്പറിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാൻ പോലീസ് ചെക്ക് ചെയ്യുന്നു, ഡീറ്റെയിൽസ് എടുക്കുന്നു. എടുത്ത സമയത്താണ് ആ ഒരു വ്യക്തി, നമ്പറിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ പുനീത് എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര്. ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പ്രീതയുടെ ശരീരം കിടന്ന സ്ഥലം ഉണ്ടായിരുന്നു, ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആയിരുന്നു ഈ ഒരു പ്രീതയെടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസ് അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രീതയെ അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പോലീസ് അവരെ രീതിയിൽ ചോദ്യം ചെയ്ത സമയത്താണ് അവൻ പറയുന്നത്, എനിക്ക് പ്രീതയെ അറിയാം, ഞാനാണ് പ്രീതയെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു കാര്യം അവൻ സമ്മതിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായത്, കാരണം രണ്ടുപേരും ഭയങ്കര ദൂരമാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടതെന്നുള്ളൊരു കാര്യമൊക്കെ പോലീസ് ഇവൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് എന്താണ് നടന്നതെന്നുള്ളൊരു കാര്യവും എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടതെന്നുള്ളൊരു കാര്യവും പറയുന്നത്. ഇവനുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി നടത്തി അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രിയിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആരാ നോക്കിയ സമയത്ത് പ്രീത എന്നാണ് പേര് കിടക്കുന്നത്. ഈ ഒരു പ്രീത, ഈ ഒരു സുന്ദരേശൻ്റെ ഭാര്യയുടെ പ്രീതയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ അറിയത്ത് പോലുമില്ല. അപ്പോഴത്തേനും ഈ ഒരു
പുനീത് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നു, ആരാണ് എന്താന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നു. അപ്പോഴത്തേന് പുനീതിൻ്റെ അടുത്ത് ഇത് കണക്ക് പ്രീത പറയുന്നു, ഇവിടുന്നാണ് എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ഇവർ നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആവുന്നു. ഒരു 2 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർ ഫ്രണ്ട്സ് ആവുന്നു, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, ഫാമിലി കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രീത ഉണ്ടെങ്കിൽ ഈ ഒരു പുനീതിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ എൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്കുണ്ടെങ്കിൽ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, വേറൊരു വ്യക്തിയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളൊരു കാര്യം എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിന് താൻ എന്നെ സഹായിക്കുമോ എന്നുള്ളൊരു കാര്യം ഈ ഒരു പുനീതിൻ്റെ അടുത്ത് പ്രീത ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും പുനീത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു ഞായറാഴ്ച ഇത് കണക്ക് മൈസൂർ നമുക്ക് കണ്ടുമുട്ടാം, അതിനു വേണ്ടിയുള്ള കാറിൽ നീ അങ്ങ് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് കാറിലൊന്നും പോകണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ വരാം എന്നുള്ള രീതിയിൽ പ്ലാൻ ഇട്ടിട്ട് അന്നത്തെ ദിവസം അവർ വിചാരിച്ച രീതിയിലെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ വന്ന് അവരൊരു ലോഡ്ജിൽ റൂം എടുക്കുന്നു. അവർ പ്ലാൻ ചെയ്ത രീതിയിലെല്ലാം നടക്കുന്നു. അവർ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഭയങ്കര ടയേർഡായി കിടന്ന സമയത്ത് ഈ പ്രീത പിന്നെയും പറയുന്നത്, എനിക്ക് ഇനിയും വേണം എന്ന് പറയുന്നത്. ഇത് കണ്ടതും പുനീത് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ 2-3 പ്രാവശ്യം ആ ഒരു പ്രീതയുടെ ആഗ്രഹപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ഏർപ്പെട്ടതിന് ശേഷം പ്രീത പിന്നെ ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇനിയും വേണമെന്ന്. ഇത് കണ്ടതും പുനീത് ഭയങ്കരമായിട്ട് എനിക്ക് ടയേർഡായി, എനിക്ക് ഇത്രേ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ബന്ധത്തിലുണ്ടെങ്കിൽ പ്രീത സാറ്റിസ്ഫൈഡ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇവർ റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം വെളിയിൽ വന്നതിന് ശേഷം കാറിൽ കയറിയിട്ട് ഈ ഒരു പുനീതിൻ്റെ സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, അതൊന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകുന്നു. രാത്രി ഒരു വെളുക്കുന്നതിന് മുമ്പൊക്കെ വീട്ടിൽ തിരിച്ച് ചെല്ലണം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ഇടുന്നത്. എന്തായാലും ഇവർ ആ ഒരു സ്ഥലം കാണാൻ പോകുന്നു. അവിടെ ചെല്ലുന്നതിന് മുമ്പ് എന്നെ ഭയങ്കരമായിട്ട് ഇരുട്ടുന്നുണ്ട്. ക്യാബ് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പുരയിടത്തിൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രീത പിന്നെയും പറയുകയാണ്, എന്തായാലും ഇരുട്ടൊക്കെയല്ലേ, ഇവിടെ കാടാണ്, നമുക്ക് 1-2 പ്രാവശ്യം കൂടി ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് പുനീത് പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് മതിയായി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രീത ദേഷ്യപ്പെട്ട് പറയും, നിൻ്റെ കൂടെയൊക്കെ ഏതെങ്കിലും സ്ത്രീ വരുമോ, നീയൊന്നും ആണല്ല എന്നുള്ള രീതിയിൽ ഇവനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ പ്രീത സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഒരു ആണല്ല, നിൻ്റെ കൂടെ ഒരു സ്ത്രീ ഒന്നും വരത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പുനീതിനെ അങ്ങ് താറടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്തെപ്പോഴത്തേന് ഈ ഒരു പുനീതിന് ദേഷ്യം വന്നിട്ട് പ്രീതയെ അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രീതയെ അടിച്ച് താഴെ ഇട്ട് ഭയങ്കരമുള്ള ദേഷ്യം പിന്നെയും തീരാതെ അവിടെ കിടന്നൊരു കല്ലെടുത്ത് തലയിൽ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു പുനീത്. ഉടനെ തന്നെ തൻ്റെ എസ്റ്റേറ്റിൽ പോയി കാർ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഈ ഒരു പ്രീതയെ കാറിൽ കയറ്റിയിട്ട് ഇവൻ്റെ പുരയിടത്തിൽ കൊണ്ട് ചെന്നിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറേയധികം ഓല മടലൊക്കെ എടുത്ത് ഈ ഒരു ശരീരത്തിൻ്റെ മണ്ടയിൽ വീട്ടിട്ട് പോയി. അതിനുശേഷമാണ് ഇതേ കണക്ക് അടുത്തുള്ള ഒരു വ്യക്തി കാണുന്നത്, ഇതേ കണക്കൊക്കെ ആവുന്നത്. ഇവൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് കുറേയധികം വിശ്വസിക്കാൻ പറ്റുമെങ്കിലും പിന്നെ കുറേയധികം കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട്. ഇതെല്ലാം പറയുന്നത് ഇവനാണ്. അവരുടെ ന്യായം പറയാൻ അവരൊന്നും ഇപ്പം ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നതിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഉള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു സ്ത്രീയാണ് ഇവനോട് ഇതൊക്കെ ആവശ്യപ്പെട്ടത്, ഇതേ കണക്ക് വേണം എന്നുള്ള രീതിയിലൊക്കെ ആവശ്യപ്പെടുന്നു. പിന്നെയും മതിയാവാതെ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ദേഷ്യത്തിൽ ആവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവരെ 2 ഭാഗത്ത് തെറ്റുള്ളൊരു ആ വ്യക്തികൾ തന്നെയാണ് 2 പേരും. ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ ആളൊന്നുമല്ല. എന്നിരുന്നാൽ പോലും ഇവൻ പറയുന്ന കറക്റ്റായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി ഒരു പക്ഷെ തിരിച്ചാണോ, ഇവനാണോ ഇനി വേണം എന്നൊക്കെ പറയുന്നു. അവസാനം ഇതിന് സമ്മതിക്കാതെ വന്ന സമയത്താണോ ഇവൻ ഇതേ കണക്ക് അടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളൊരു കാര്യത്തിലൊക്കെ ഡൗട്ടുണ്ട്. ഇവൻ പറയുന്നത് ഇവൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്, ഇത് കറക്റ്റ് ആവണം ഒന്നുമില്ല. എന്തായാലും ഇവന് ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവൻ പറഞ്ഞ കറക്റ്റാണോ അതോ ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആവാനാണോ ചാൻസ്? എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.